അങ്ങേ സന്നിധി തന്നിൽ ചേരുന്നു, വാഴ്ത്തുന്നു, നാമം പാടുന്നു. ആരാധിച്ചിടുവാനായി അങ്ങേ സന്നിധി തന്നിൽ ചേരുന്നു, വാഴ്ത്തുന്നു, നാമം പാടുന്നു. മാലാഖമാരോടു ചേർന്നിന്നു ഞങ്ങൾ സർവേശ്വരാ നിൻ നാമം വാഴ്ത്തുന്നു. മാലാഖമാരോടു ചേർന്നിന്നു ഞങ്ങൾ സർവേശ്വരാ നിൻ നാമം വാഴ്ത്തുന്നു. യേശയ്യ കണ്ട കനലേ, ഏലിയ നേടിയ കനിവേ, യേശയ്യ കണ്ട കനലേ, ഏലിയ നേടിയ കനിവേ, മണ്ണിലും വിണ്ണിലും അങ്ങേ വാഴ്ത്തുന്നു. മണ്ണിലും വിണ്ണിലും അങ്ങേ വാഴ്ത്തുന്നു. മാലാഖമാരോടു ചേർന്നിന്നു ഞങ്ങൾ സർവേശ്വരാ നിൻ നാമം വാഴ്ത്തുന്നു. മാലാഖമാരോടു ചേർന്നിന്നു ഞങ്ങൾ സർവേശ്വരാ നിൻ നാമം വാഴ്ത്തുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, 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 യേശുവേ ആരാധന, 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 യേശുവേ ആരാധന, 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 കർത്താവേ ആരാധന, ആത്മനേ ആരാധന, ആരാധന, യേശുവേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഓ ആരാധന, ആത്മാവേ, 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 പരിശുദ്ധാത്മാവേ, എൻ്റെ ഹൃദയത്തെ, എൻ്റെ കുടുംബത്തെ ജ്വലിപ്പിക്കുവാൻ സ്വർഗത്തിൽ നിന്നും പറന്നിറങ്ങേണമേ. അമ്മേ മറിയമേ,
മാറിൽ ഞാൻ ചേർന്ന് ഈ തിരുവോസ്തിരൂപനെ ആരാധിക്കട്ടെ. അമ്മേ മറിയമേ, എൻ്റെ ഈശോയുടെ അമ്മേ, നിന്റെ കരം പിടിച്ച് ഞാൻ ആരാധിക്കട്ടെ, സ്തുതിക്കട്ടെ. എൻ്റെ ദൈവത്തെ ഞാൻ പാടിപ്പുകഴ്ത്തട്ടെ. ഏലിയ ആരാധിച്ചതുപോലെ യേശയ്യായുടെ നാവിൽ നിറഞ്ഞ തീക്കനൽ പോലെ, തീക്കട്ട പോലെ ഈ ദൈവത്തെ ആരാധിക്കുവാൻ സകല കെട്ടുകളും തകർത്തെറിഞ്ഞ്, സകല ബന്ധനങ്ങളും പൊട്ടിച്ചെറിഞ്ഞ്, സുഖത്തിന്റെ ദുഃഖത്തിന്റെ എല്ലാ കെട്ടുകളും വിട്ടുപേക്ഷിച്ച് പൊട്ടിച്ചെറിഞ്ഞ് കർത്താവിനെ ആരാധിക്കുവാൻ ദൈവത്തിന്റെ ആത്മാവെ കൂട്ടുവരണമേ. ദൈവത്തിന്റെ ആത്മാവെ കൂട്ടുവരണമേ. മലാക്കമാരേ, ശ്രാപ്പേന്മാരേ, ക്രോവേന്മാരേ, ആ ഭാഷയിൽ ഞാൻ പാടട്ടെ. നിങ്ങളുടെ ഭാഷയിൽ ഞാൻ ദൈവത്തെ ആരാധിക്കട്ടെ. സ്വർഗീയ ആനന്ദം എനിക്ക് നൽകണമേ. സ്വർഗീയ ഭാഷ എൻ്റെ നാവിൽ നീ വെച്ചു തരണമേ. ആരാധന, ആരാധന. ചെറിയ മാലാഖമാരെ, ശ്രാപ്പേന്മാരെ, ക്രോവേന്മാരെ, നിങ്ങൾ ദൈവത്തെ ആരാധിക്കുന്ന ഭാഷ എൻ്റെ കാതിൽ പറഞ്ഞു തരണമേ, എൻ്റെ നാവിൽ കൊണ്ടുപോയി നിക്ഷേപിക്കണമേ. യേശയ്യ കണ്ട കനലിനെ യേശയ്യ ആരാധിച്ചതുപോലെ, ദൈവത്തെ ആരാധിച്ചതുപോലെ ദേവാലയത്തിൽ കയറി ഞാൻ അശുദ്ധനാണേ എന്ന് വാവിട്ട് പ്രാർത്ഥിച്ചപ്പോൾ യേശയ്യായുടെ പക്കലേക്ക് ദൈവത്തിന്റെ മാലാഖ പറന്നിറങ്ങി ഒരു തീക്കനൽ അവന്റെ നാവിൽ, അവന്റെ അധരത്തിൽ സ്പർശിച്ചുകൊണ്ട്, ഇതാ നിനക്ക് ശുദ്ധി വന്നിരിക്കുന്നു എന്ന് അവനോട് അരുളി ചെയ്ത മാലാഖയെ, മിഖായേലേ, ഗബ്രിയേലേ, റഫായേലേ, പറന്നിറങ്ങണമേ. എൻ്റെ അധരത്തെ കർത്താവിൻ്റെ തിരുശരീരം കൊണ്ട്, തീക്കട്ട കൊണ്ട് തൊടണമേ. നമുക്ക് എളിമപ്പെട്ടായിരിക്കാം. ദൈവത്തിന്റെ ആത്മാവ് നമ്മെ പ്രാർത്ഥിക്കുവാൻ പ്രചോദിപ്പിക്കട്ടെ. മാനുഷിക വാക്കുകളിലല്ല, മാനുഷിക ജ്ഞാനത്തിലല്ല, മനുഷ്യന്റെ അധരത്തിൽ നിന്നല്ല, ഒരു ജ്ഞാനത്തിൽ നിന്നുമല്ല, ദൈവാത്മാവിനാൽ, ദൈവത്തിന്റെ ആത്മാവിലും സത്യത്തിലും നമുക്ക് ദൈവത്തെ ആരാധിക്കാം. കരങ്ങൾ കൂപ്പി, തമ്പുരാന്റെ പക്കൽ കരങ്ങൾ കൂപ്പി, ശിരസ്സുകൾ നമിച്ച്, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യീശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കർത്താവേ, ഇതാ ഞാൻ തരുന്നു, എല്ലാം തന്നുകൊണ്ട്, എല്ലാം സമർപ്പിച്ചുകൊണ്ട്, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യീശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കർത്താവേ, നീ കൊടുത്തിട്ടുണ്ട്, നീ ആരാധിക്കുവാൻ വലിയ അഭിഷേകം കൊടുത്തിട്ടുണ്ട്. പ്രവാചക ഗണങ്ങളുണ്ട്, ഞങ്ങൾ വായിച്ചറിഞ്ഞിട്ടുണ്ട്. വിശുദ്ധ ബൈബിളില്, വിശുദ്ധ ഗ്രന്ഥത്തിൽ ഞങ്ങൾ വായിച്ചറിഞ്ഞിട്ടുണ്ട്. യേശയ്യായുടെ ആരാധന, ഒരു ഗുഹയിൽ കയറി ഏലിയ ആരാധിച്ചു. കർത്താവിന്റെ ആത്മാവിനാൽ, കർത്താവിനെ കുറിച്ചുള്ള തീക്ഷ്ണതയാൽ കത്തിയെരിഞ്ഞു അവൻ. മോശ മലമുകളിൽ ആരാധിച്ചു. പ്രവാചകന്മാരും വിശുദ്ധരും ആരാധിച്ചതുപോലെ ആരാധിക്കാൻ വല്ലാത്ത കൊതിയുണ്ട് കർത്താവെ. ആത്മാവിൽ നിന്നെ ആരാധിക്കാൻ, ജഡത്തിലല്ല, ശരീരത്തിലല്ല, ആത്മാവിൽ നിന്നെ ആരാധിക്കാൻ കരങ്ങൾ കൂപ്പി പരിശുദ്ധ പരമ ദിവ്യകാരുണ്യീശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മിശിഹായിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായം 43 മുതൽ 45 വരെയുള്ള തിരുവചനങ്ങളിൽ കർത്താവ് ഒരു വലിയ ഒരു ഉപമ പറയുന്നുണ്ട്. അശുദ്ധാത്മാവ് എങ്ങനെയാണ് തിരിച്ചു വരുന്നതെന്നും, അവൻ എങ്ങനെയാണ് ഒരുവൻ്റെ ഹൃദയത്തിൽ കയറി വാസമുറപ്പിച്ച് അവൻ്റെ സ്ഥിതിയെ, അവൻ്റെ ആത്മാവിൻ്റെ അവസ്ഥയെ തകർത്ത് തരിപ്പണമാക്കുന്നതെന്നും കർത്താവ് മുൻകൂട്ടി നമ്മോട് പറഞ്ഞു വയ്ക്കുന്നുണ്ട്. ആ വചനം നമുക്കൊന്ന് ശ്രവിക്കാം.
അശുദ്ധാത്മാവ് ഒരു മനുഷ്യനെ വിട്ടുപോകുമ്പോൾ അത് ആശ്വാസം തേടി വരണ്ട സ്ഥലങ്ങളിലൂടെ അലഞ്ഞു നടക്കുന്നു, എന്നാൽ കണ്ടെത്തുന്നില്ല. അപ്പോൾ അത് പറയുന്നു, ഞാൻ ഇറങ്ങിപ്പോന്ന എൻ്റെ ഭവനത്തിലേക്ക് തിരിച്ചു ചെല്ലും. അത് മടങ്ങി വരുമ്പോൾ ആ സ്ഥലം ആളൊഴിഞ്ഞും അടിച്ചുവാരി സജ്ജീകരിക്കപ്പെട്ടും കാണുന്നു. അത് തിരിച്ചു വരുമ്പോൾ ആളൊഴിഞ്ഞും അടിച്ചുവാരി വളരെ ക്രമപ്പെടുത്തി സജ്ജീകരിക്കപ്പെട്ടും കാണുന്നു. സ്നേഹം നിറഞ്ഞവരെ, ആത്മീയ ജീവിതം നയിക്കുന്ന ഒരു ധ്യാനത്തിൽ പങ്കെടുത്ത് ഒരു പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോടുകൂടി കൃപ നിറഞ്ഞ് നല്ലൊരു വിശുദ്ധ കുമ്പസാരം സ്വീകരിച്ച് ഈശോയെ ഉൾക്കൊണ്ടുകൊണ്ട് നടക്കുന്ന ഒരു ദൈവ പൈതലിന് ഇടർച്ചയുണ്ടാകുന്ന, തകർച്ചയുണ്ടാകുന്ന ഒരു കാര്യമാണ് ഉപമയിലൂടെ നമ്മുടെ കർത്താവ് നമ്മോട് പങ്കുവയ്ക്കുന്നത്. ഇത് ആത്മീയ പാതയിൽ ചരിക്കുന്നവർക്ക് വലിയ ഒരു മുന്നറിയിപ്പാണ്. അടിച്ചുവാരി സജ്ജീകരിക്കപ്പെട്ട ഒരു സ്ഥലം ആളൊഴിഞ്ഞ് കിടന്നു കഴിഞ്ഞാൽ അപകടമാണ്. പഴയ സ്ഥിതിയേക്കാൾ അപകടകരമായ സ്ഥിതിയാണ് ആളൊഴിഞ്ഞു കിടക്കുന്ന ആത്മാവിൻ്റെ സ്ഥിതി. ആളൊഴിഞ്ഞു കിടക്കാൻ പാടില്ല. ആത്മീയ ജീവിതത്തിൽ ആളൊഴിഞ്ഞു കിടന്നാൽ അവിടെ ഒരു പിശാചല്ല വരുന്നത്, ഒരു തിന്മയുടെ അരൂപിയല്ല വരുന്നത്. അവൻ അവിടെ കയറാൻ പറ്റാതെ അവൻ പുറത്തു പോയി അനേകം അരൂപികളെ, അശുദ്ധാരൂപികളെ കൂട്ടിക്കൊണ്ടുവന്ന് ആ വീട്ടിൽ കയറും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്നേഹം നിറഞ്ഞവരെ, നമ്മൾ കണ്ടിട്ടില്ലേ, നമ്മുടെ നാട്ടിൽ നിന്ന് വിദേശത്തേക്ക് ഒത്തിരി പേര് പോകും. ചിലപ്പോഴെല്ലാം അവിടെ താമസമില്ലാതെ ആ വീട് പൂട്ടിയിടും. കുറച്ചധികം നാൾ ആ വീട് പൂട്ടിയിട്ട് കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക? മഴ പെയ്യുമ്പോഴും വെയിൽ ഏൽക്കേണ്ടി വരുമ്പോഴും അതിൻ്റെ പുറത്ത് നല്ല കഠിനമായിട്ടുള്ള വെയിൽ പതിക്കുമ്പോഴും നല്ല മഴ പെയ്ത്ത് അതിൻ്റെ പുറത്ത് പതിയുമ്പോഴും കാലങ്ങൾ കഴിയുമ്പോൾ അതിൽ പൂപ്പലായി പിടിക്കുകയും പലതരം ഇങ്ങനെ കിടന്ന് കാലക്രമേണ അതിൻ്റെ ഭിത്തിയിൽ ഈർപ്പം പതിഞ്ഞ് സിമെൻറ്റ് പൊളിഞ്ഞ് വീഴാൻ സാധ്യതയുണ്ട്, വാർക്കകൾ ഇളകാൻ സാധ്യതയുണ്ട്. അങ്ങനെ വർഷങ്ങൾ ഇങ്ങനെ കിടന്നു കഴിയുമ്പോൾ ഒരിക്കലും ഉപയോഗശൂന്യമല്ലാതെ, താമസയോഗ്യമല്ലാതെ ആ വീട് നശിച്ചു പോകും. ഒരു പക്ഷെ അവർ പോകുന്നതിന് മുമ്പ് അടിച്ചു വാരി വൃത്തിയാക്കി പെയിൻ്റൊക്കെ ചെയ്ത് ഗേറ്റൊക്കെ പൂട്ടി വളരെ മനോഹരമാക്കി കാത്തു സൂക്ഷിച്ചിട്ടുണ്ടാകാം. പക്ഷേ കാലങ്ങൾ അവിടെ ആൾതാമസമില്ലാത്തത് കൊണ്ടും മറ്റും ആ വീട് ശോചനീയ അവസ്ഥയിലേക്ക് പോകും. ഇത് തന്നെയാണ് ആത്മീയ ജീവിതത്തിൻ്റെ അവസ്ഥയും. നമ്മൾ കുമ്പസാരിച്ചു, നമ്മൾ വിശുദ്ധ കുർബാന സ്വീകരിച്ചു, നമ്മൾ ഒരുപാട് പ്രാർത്ഥിച്ചു, ഒരുങ്ങിയിരുന്നു, അഭിഷേകത്തിൽ നിറഞ്ഞു. പക്ഷേ വീണ്ടും നമ്മുടെ പ്രാർത്ഥനയും നമ്മുടെ ജപമാലയും നമ്മുടെ വിശുദ്ധ കുർബാനയും നമ്മുടെ ഭക്തകൃത്യങ്ങളും നമ്മൾ വീണ്ടും ആരംഭിച്ചില്ലെങ്കിൽ, അത് ആരംഭത്തിലോ അതിന് തടസ്സം വന്നു പോയാൽ, അത് വെറുതെ ഇട്ടാൽ, ആത്മാവിനെ നമ്മൾ വെറുതെ കയറൂരി വിട്ടാൽ, അതിൻ്റെ ഇഷ്ടത്തിന് വിട്ട് കഴിഞ്ഞാൽ, അത് വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ, അതിലൊന്നും ദൈവസ്തുതികളോ ദൈവ ആരാധനയോ ഒന്നും ഉയരാതിരുന്ന് കഴിഞ്ഞാൽ അവിടെ തിന്മയുടെ അരൂപികൾ വേരൂന്നും. നമുക്കറിയാലോ, നമ്മുടെ വീടുകളിൽ നമ്മളൊരു മുറ്റമുണ്ടാക്കി, നല്ലൊരു വീട് വെച്ചു, അതിൻ്റെ മുറ്റത്ത് നല്ല ഗാർഡനൊക്കെ പ്ലാൻ ചെയ്തു, നമ്മൾ നല്ല ചെടികളൊക്കെ വാങ്ങി, തൈച്ചെടികളൊക്കെ വാങ്ങി ഒരു നഴ്സറിയിൽ സ്ഥലക്കാലം വെച്ചു, നിലമൊരുക്കിയിട്ടു, നന്നായിട്ട് കൊത്തി ഇളക്കി, നല്ല വളം ചേർത്തു, നന്നായിട്ട് നനവ് കൊടുത്തു, അങ്ങനെ നിലമൊരുക്കിയിട്ടു. ഒരാഴ്ചയോളം നമ്മൾക്ക് കുറച്ച് തിരക്കുകൾ പെട്ടുപോയത് മൂലം നമുക്ക് ഗാർഡനിൽ ആ നിലത്ത് ആ തൈച്ചെടികൾ കൊണ്ട് നടുവാനായിട്ട് കുറച്ച് താമസം വന്നു. 1 മാസം കഴിഞ്ഞു, 1.5 മാസം കഴിഞ്ഞു. നമ്മൾ തിരിച്ച് ആ ഗാർഡൻ ഒരുക്കിയിട്ട നിലത്തിലേക്ക് തിരിച്ചു ചെല്ലുമ്പോൾ ഒരിക്കലും ഒരുക്കിയിട്ട പോലെ ആയിരിക്കില്ല അത്. കാട്ടുചെടികൾ അത് കയ്യേറിയേക്കാം. പാഴ്ചെടികൾ, മുൾച്ചെടികൾ നമ്മൾ ഉദ്ദേശിച്ച, നമ്മൾ ഒരുക്കിയിട്ട നിലത്ത് കയറും. തീർച്ചയാണ്, അതിൽ യാതൊരു മാറ്റവും. കാരണം എന്താ? നനവുണ്ട്, വളക്കൂറുണ്ട്, നല്ല സൂര്യപ്രകാശമുണ്ട്, ഒരുക്കിയിട്ടിരിക്കുന്ന നിലമാണ്. അവിടെ കളകൾക്ക് വേരൂന്നാൻ എളുപ്പമാണ്. അത് ആഴത്തിൽ വേരുപാകും. മേളിൽ നിന്ന് എത്ര പറിച്ചു കളഞ്ഞാലും അതിൻ്റെ താഴ്വേരുകൾ അടിയിലൂടെ ഓടുന്നുണ്ട്. ചെടി നട്ട് കഴിഞ്ഞാലും വീണ്ടും വെള്ളമൊഴിച്ചു കഴിഞ്ഞാലും ഈ ചെടിയോടൊപ്പം കളകളും വളരും.
പ്രിയപ്പെട്ടവരെ, ആത്മീയ ജീവിതം നയിക്കുന്ന നമുക്കൊരു പാഠമാണിത്. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നമ്മുടെ പ്രാർത്ഥനകളാകുന്ന നമ്മുടെ ജപമാല പ്രാർത്ഥനകളും നമ്മുടെ ദൈവാരാധനകളും നമ്മുടെ സ്തുതിപ്പുകളും ദൈവത്തെ പ്രകീർത്തിക്കുന്ന ഗാനങ്ങളും നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനകളും വേണ്ട വിധത്തിൽ നമ്മൾ തുടരുന്നില്ലെങ്കിൽ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ വളരെയേറെ തകർച്ച വരാൻ സാധ്യതയുണ്ട്. രണ്ടാമതായിട്ടുള്ളൊരു കാര്യം, അപകടം സംഭവിക്കുന്ന ഇതാണ്. ഈശോ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഈ മനുഷ്യൻ്റെ തകർച്ച, ഈ മനുഷ്യൻ്റെ വീഴ്ച പഴയ ജീവിതത്തേക്കാൾ വലിയ തകർച്ചയായിരിക്കും. കാരണം ഒരു തിന്മയുടെ രൂപിയല്ല, പല തിന്മയുടെ രൂപയും ഒന്നിച്ചു വന്ന് ഈ മനുഷ്യൻ്റെ ഹൃദയത്തിൽ വാസമുറപ്പിക്കും. ശൂന്യമായി കിടക്കുന്ന ഇടങ്ങളുണ്ടെങ്കിൽ അത് അപകടമാണ് പ്രിയപ്പെട്ടവരെ. ആത്മീയ ജീവിതത്തിൽ ശൂന്യമായി കിടക്കുന്ന ഇടങ്ങൾ വളരെ അപകടം സൃഷ്ടിച്ചു വയ്ക്കും. അതുകൊണ്ടാണ് പൗലോസ്ലീഹ പറയുന്നത്. പൗലോസ്ലീഹ ഇങ്ങനെ ഓടി കർത്താവിൻ്റെ സുവിശേഷം പ്രഘോഷിക്കുന്നു. ഇങ്ങനെ ഓടി നടക്കുന്ന സമയത്ത് പൗലോസ്ലീഹ 1 കൊറിന്തോസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ 9:27 തിരുവചനത്തിൽ പറയുന്നുണ്ട്. എന്താണ് പറയുന്നത്? മറ്റുള്ളവരോട് സുവിശേഷം മറ്റുള്ളവരോട് സുവിശേഷം പ്രസംഗിച്ച ഞാൻ തന്നെ തിരസ്കൃതനാകാതിരിക്കുന്നതിന് എൻ്റെ ശരീരത്തെ ഞാൻ കർശനമായി നിയന്ത്രിച്ച് കീഴടക്കുന്നു. എൻ്റെ ശരീരത്തെ പൗലോസ്ലീഹ പറയുന്നു, എൻ്റെ ശരീരത്തെ ഞാൻ കർശനമായി നിയന്ത്രിച്ച് കീഴടക്കുന്നു. പ്രിയപ്പെട്ടവരെ, അതിന് അവൻ എടുക്കുന്ന ഒത്തിരി ഓട്ടങ്ങളുണ്ട്. അവൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ അവൻ നിയന്ത്രണം പുലർത്തുന്ന കുറേ കാര്യങ്ങളുണ്ട്. ആത്മീയ ജീവിതം ഒരു സമരമാണല്ലോ. നമുക്ക് പ്രാർത്ഥിക്കാം. സാധിക്കുന്നവരെല്ലാം കർത്താവിൻ്റെ സന്നിധിയിൽ മുട്ടുകൾ മടക്കി ഈ ദൈവാരാധനയിലേക്ക് കൊടുക്കും. ഇങ്ങനെ പ്രാർത്ഥിക്കാം: കർത്താവേ, ആളൊഴിഞ്ഞ ഇടം എൻ്റെ ആത്മാവിൽ ഉണ്ടാകാതിരിക്കട്ടെ. ഒരു ദിവസം പോലും കുടുംബ പ്രാർത്ഥനകൾ ഇല്ലാത്ത, ഒരു ദിവസം പോലും ദൈവ ആരാധന ഉയരാത്ത രാത്രികൾ എൻ്റെ കുടുംബത്തിൽ ഉണ്ടാകാതിരിക്കട്ടെ. ഒരു നിശ്ചിത സമയത്ത് മാതാപിതാക്കളും മക്കളും കുഞ്ഞുങ്ങളും എല്ലാവരും ചേർന്ന് എന്നെ സൃഷ്ടിച്ച് എൻ്റെ ഈ കർത്താവിനെ ആരാധിക്കുന്ന മണിക്കൂറുകൾ മുടങ്ങാതിരിക്കട്ടെ. മാതാപിതാക്കളുടെയും കുഞ്ഞുങ്ങളുടെയും മുട്ടിൽ കർത്താവെ നിന്നെ ആരാധിക്കുന്നതിന് തെളിവായി തയമ്പ് ഇങ്ങനെ തഴച്ച് അതിന് നിന്നെ ആരാധിച്ച് നിന്നെ സ്തുതിച്ച് മഹത്വപ്പെടുന്നതിൻ്റെ തെളിവുകൾ ഉയരട്ടെ. സഹനങ്ങളിലൂടെയും ഉപവാസങ്ങളിലൂടെയും പ്രാർത്ഥനകളിലൂടെയും നിന്നെ മഹത്വപ്പെടുത്തി ദൈവാത്മാവിനും പ്രാർത്ഥനയ്ക്കും ഇടം കൊടുക്കുന്ന ഭവനവും ആത്മാവുമായിട്ട് ഞാൻ മാറട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ മാറ്റട്ടെ. ശൂന്യത ഒന്നുമില്ല, എൻ്റെ ഹൃദയത്തിലില്ല, എൻ്റെ കുടുംബത്തിലില്ല. അങ്ങനെയെങ്കിൽ അത് അപകടമാണ്. ശൂന്യത മാറ്റി ദൈവത്തിൻ്റെ ആത്മാവ് പ്രാർത്ഥനയുടെ അഭിഷേകം കൊണ്ടുവന്ന് നിറയ്ക്കട്ടെ. ഓ പാവനാത്മാവേ, ശൂന്യത നിറയുമേ താഴ്വഴയിൽ ജീവനില്ലാത്ത എൻ ജീവിതത്തിന്മേൽ വീശിടുക. വീണ്ടും ജീവനേകുക, വീണ്ടും ശക്തിയേകുക. പാവനാത്മാവേ, നീ എന്നിൽ നിറഞ്ഞിടുക. ഓ പാവനാത്മാവേ, ശൂന്യത നിറയുമീ താഴ്വരയിൽ ജീവനില്ലാത്ത എൻ ജീവിതത്തിന്മേൽ വീശിടുക. വീണ്ടും ജീവനേകുക, വീണ്ടും ശക്തിയേകുക. പാവനാത്മാവേ, നീ എന്നിൽ നിറഞ്ഞിടുക. വീണ്ടും ജീവനേകുക,
വീണ്ടും ശക്തിയേകുക. പാവനാത്മാവേ, നീ എന്നിൽ നിറഞ്ഞിടുക. ഇതാ നിന്റെ കർത്താവ് നിന്റെ കുടുംബത്തില് ശൂന്യത നിറഞ്ഞ ഇടങ്ങളില്, നിന്റെ ആത്മാവില് ആളൊഴിഞ്ഞും ശൂന്യമാക്കപ്പെട്ട ഇടങ്ങളില് പ്രാർത്ഥനയുടെ അഭിഷേകവും പ്രാർത്ഥനയുടെ ആത്മാവിനെയും നിറയ്ക്കുവാൻ നിന്റെ ശിരസിന് മുകളിൽ, നിന്റെ കുടുംബത്തിന് മുകളിൽ, നിന്റെ ഭവനത്തിന് മുകളിൽ ഇതാ ആശീർവാദത്തിന്റെ കരങ്ങൾ വിരിക്കുന്നു. നമുക്ക് കുനിഞ്ഞ് മുട്ടുകൾ മടക്കി ശിരസുകൾ നമിച്ച് ആ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. ആരാധന, ആരാധന യേശുവേ, ആരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേക്കാരാധന.